ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എൻ്റെ കഴിഞ്ഞ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇന്നും ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം ഈ ക്രാഫ്റ്റിന് മെയിനായിട്ട് വേണ്ടത് പഴയ ക്ലോത്ത്, തെർമോക്കോള്, പിന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. പിന്നെ ഈ പഴയ ക്ലോത്ത്സ് ആരും കളയണ്ട. പല ഡെക്കറേഷൻ ഐഡിയാസ് ഉണ്ട് പഴയ ക്ലോത്ത് വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തെർമോക്കോൾ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഗമ്മ് തേക്കാണ്. ഞാനിവിടെ ഫെവിക്കോളിൻ്റെ വൈറ്റ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ നന്നായിട്ട് തേച്ച് കൊടുക്കുക. മെയിനായിട്ട് സൈഡ്സിലാണ് വേണ്ടത്. 4 സൈഡ്സിലും നല്ലോണം വേണം, പിന്നെ സെൻറ്ററിൽ കുറച്ചും വേണം. അപ്പോഴേ നന്നായിട്ട് ഒട്ടിയിരിക്കുകയുള്ളൂ. ഇനി തെർമോക്കോളിലോട്ട് ക്ലോത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ പഴയ തലയണ കവറാണ് എടുത്തിട്ടുള്ളത്. സ്റ്റിച്ചൊക്കെ വിട്ടിട്ടുള്ള ഒരു തലയണ കവറായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രസ്സസൊക്കെ യൂസ് ചെയ്യാം. ഇത് കോട്ടൻ്റെ ക്ലോത്താണ്. നമ്മളിനി ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ക്ലോത്ത് ആദ്യം വിരിച്ചിട്ട് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം 4 സൈഡ്സ് എന്നാലേ ഈക്വൽ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന ക്ലോത്തിൻ്റെ പോർഷൻ നമ്മൾ ബാക്കിലേക്കാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. തെർമോക്കോളിൻ്റെ ബാക്കിലോട്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. തെർമോക്കോളിൻ്റെ സൈസിനെ കുറിച്ച് പറയാൻ ഞാൻ വിട്ടുപോയതായിരുന്നു കേട്ടോ. നമ്മൾ തെർമോക്കോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നീളം കൂടുതലും വീതി കുറഞ്ഞിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 32 സെൻറ്റിമീറ്റർ ആണ് നീളം, 23 സെൻറ്റിമീറ്റർ ആണ് വീതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലെടുക്കാം കേട്ടോ. നിങ്ങളൊരു ഐഡിയ വെച്ചിട്ട് എടുത്താൽ മതി. ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ തെർമോക്കോളിൻ്റെ സൈസിനെക്കാട്ടിയും ഒരു 5 സെൻറ്റിമീറ്റർ എക്സ്ട്രാ ആക്കിയിട്ട് 4 സൈഡ്സും എടുക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ബാക്കിലോട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ലോണം വലിച്ചു ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലേ ഒരു നീറ്റ് ഉണ്ടാവുള്ളൂ കാണാനായിട്ട്. ഇവിടെ ഞാൻ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ക്ലോത്ത് മടക്കി കോർണേഴ്സിലൊക്കെ മടക്കി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ച് കട്ടി വരും. അപ്പോൾ അത് കട്ടി വരുമ്പോൾ നന്നായിട്ട് ഒട്ടി പിടിക്കണമെങ്കിൽ ഗ്ലൂ ഗണ്ണാവും ബെറ്റർ. അങ്ങനെ 4 സൈഡ്സും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്യാൻവാസിൻ്റെ ലുക്കിൽ നമുക്ക് കിട്ടി. ഇങ്ങനെയുള്ള 2 ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ചുമരിലൊട്ടിക്കുമ്പോൾ കൂടുതൽ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഒന്നായാലും കുഴപ്പമില്ല, ഭംഗി ഉണ്ടാവും കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് ജ്യൂസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഹാഫാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴോട്ടാക്കിയിട്ട് 2 സൈഡിലും ഈക്വൽ പോർഷൻ വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കാൻ സൂപ്പർ ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ബോട്ടിലിൻ്റെ അടപ്പിടുന്ന സൈഡിലും അതുപോലെ താഴെയും നല്ലോണം ഗ്ലൂ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുപ്പി വേഗം ഒട്ടിപ്പിടിച്ചോളും. ബോട്ടിൽ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോട്ടിലിൻ്റെ അടപ്പിടുന്ന ഭാഗത്തായിട്ട് ചാക്കുനൂല് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. എൻ്റെ കയ്യിലിപ്പം ചാക്കുനൂലില്ല, പകരം പേപ്പറായിട്ടുള്ള ഒരു വള്ളിയുണ്ട്, അതാണ് ഒട്ടിച്ചെടുക്കുന്നത്. എത്ര ലെങ്ത്താണോ ഉള്ളത് അത്ര ലെങ്ത്തിൽ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അത് ഒട്ടിച്ചു കൊടുക്കാനും ഞാനിവിടെ സൂപ്പർ ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ പോർഷൻ കംപ്ലീറ്റ് കവറാവാൻ എത്ര എണ്ണം വേണോ അത്രയും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. എനിക്കിവിടെ 4 എണ്ണം വേണ്ടി വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ അത് കംപ്ലീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഫ്ലവറും കൂടി ഇട്ട് കൊടുത്താലേ ഇത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച ഫ്ലവർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ബട്ട് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലവർ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഫ്ലവറാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടിഷ്യൂ പേപ്പർ ഒരുമിച്ച് എടുത്തിട്ടുണ്ട്. ഇനി അത് ചെറിയൊരു വീതിയിൽ മടക്കി കൊടുക്കുക, തിരിച്ചു മടക്കുക, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി മടക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു നൂലിട്ട് കൊടുക്കുക. ഫ്ലവറിന് ഇത്തിരി വലിപ്പം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് പോർഷന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കട്ട് ചെയ്ത് കളയുമ്പോൾ അത് മടക്കി പിടിച്ചിട്ട് യു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മൾ അതിൻ്റെ ഓരോ ലെയേഴ്സും വിടർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു വുഡൻ സ്റ്റിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈർക്കിൾ എടുത്താലും മതി. ആ വുഡൻ സ്റ്റിക്കിലേക്ക് സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒരു ഫ്ലവറും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ വേറെ ടൈപ്പ് ഒരു ഫ്ലവർ ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഹാഫാക്കി മടക്കുക, വീണ്ടും ഒന്നുകൂടെ മടക്കുക ഹാഫാക്കിയിട്ട്. അതിനുശേഷം ലെങ്ത് വൈസ് ഹാഫാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുക, വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കുക. ഇനി കത്രിക വെച്ചിട്ട് നീളത്തിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മടക്കിയത് നിവർത്തി കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഒരു വുഡൻ സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് ഗ്ലൂ തേച്ചിട്ട് ഈ പേപ്പറിൻ്റെ ഒരറ്റം ഒട്ടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ മടക്കി വെച്ച് ഈ പേപ്പർ ഒന്ന് നിവർത്തി കൊടുക്കുന്നുണ്ട്. എന്നാലേ ഫ്ലവർ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒട്ടി നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി വുഡൻ സ്റ്റിക്കിൽ പേപ്പർ താഴോട്ടാക്കി ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. ഇനി ഇതിന് ലെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് താഴോട്ട് വലിച്ചു കൊടുത്താൽ മതി. ഇനി അതിന് ശേഷം നമ്മൾ ഗ്ലൂ വെച്ചിട്ട് താഴ്ഭാഗം ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ 3 ഫ്ലവറും റെഡി ആയിട്ടുണ്ട്. ഇനി 3ഉം നമ്മുടെ ബോട്ടിലിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വാൾ ഫ്രെയിമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ക്രാഫ്റ്റ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.